ഹേമചന്ദ്രൻ കൊലപാതക കേസിലെ മുഖ്യാസൂത്രകൻ നൌഷാദ് കൊച്ചിയിൽ വിമാനം ഇറങ്ങില്ല. സൗദിയിൽ നിന്ന് മസ്കറ്റിൽ ഇറങ്ങി വിമാനം മാറി കയറിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബംഗളൂരുവിൽ ഇറങ്ങുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട് എന്നുള്ള വിവരവും എത്തുന്നു. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ദീപക്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. കാരണം അയാൾ എത്തിയാലുടൻ, നൌഷാദ് എത്തിയാലുടൻ അറസ്റ്റ് ചെയ്യണം, അതുപോലെയുള്ള നിയമ നടപടികളിലേക്ക് കടക്കണം എന്നുള്ള എല്ലാ രീതിയിലുമുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു പോലീസ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം അത് അപ്രതീക്ഷിതമാണ് അല്ലേ? മസ്കറ്റിൽ ഇറങ്ങുന്നു. അതുതന്നെയാണ് ഈ കേസിൽ വളരെ കൃത്യമായി ആസൂത്രിതമായി നടത്തിയ ഒരു കൊണ്ടുപോകൽ കൊലപാതകമാണ് ഹേമേന്ദ്രൻ കൊലപാതകം. ആ ഹേമേന്ദ്രൻ കൊലപാതകം നടന്നിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഈ കേസ് തെളിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തെളിയുന്ന ഒരു കേസിൽ മുഖ്യപ്രതിയായ നൌഷാദ് സൗദിയിലാണ്. സൗദിയിൽ നിന്നും ആ പ്രതി ഇന്ന് നാട്ടിലെത്തും, കൊച്ചിയിൽ വിമാനമിറങ്ങും എന്നുള്ള അടിസ്ഥാനത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കൊച്ചിയിലേക്ക് പോവുകയും ചെയ്തതാണ്. അതിനിടയിലാണ് നാടകീയമായ ഒരു മാറ്റം. ആ മാറ്റത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അതിൽ IB-യിൽ നിന്നും കിട്ടുന്ന വിവരമനുസരിച്ച് ഇയാളുടെ വിമാനയാത്രയിൽ മാറ്റം വന്നിരിക്കുന്നു. ഇയാൾ മസ്കറ്റിൽ ഇറങ്ങി മസ്കറ്റിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള മറ്റൊരു വിമാനത്തിൽ ഇയാളുടെ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് IB-യിൽ നിന്നും കേരള പോലീസ് വിവരം ശേഖരിച്ചിരിക്കുന്നത്. IB-യുമായി ഞാനും ബന്ധപ്പെട്ടു. അതിൽ നിന്നും സ്ഥിരീകരിക്കുന്ന വിവരം ഇതുതന്നെയാണ്. അതായത് അയാളുടെ യാത്രയിൽ ഒരു വിഘ്നമുണ്ടാക്കിയിരിക്കുന്നു. അയാൾ നേരിട്ട് കൊച്ചിയിലേക്ക് വന്നിറങ്ങുന്നതിന് പകരം മസ്കറ്റിൽ ഇറങ്ങി മറ്റൊരു വിമാന കമ്പനിയുടെ ടിക്കറ്റിൽ, അതായത് നേരത്തെ യാത്ര ചെയ്തിരുന്ന വിമാന കമ്പനിയുടെ ടിക്കറ്റ് അല്ലാതെ മറ്റൊരു വിമാന കമ്പനിയുടെ ടിക്കറ്റുമായി അയാൾ ബംഗളൂരുവിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരള പോലീസ്, കോഴിക്കോട് സിറ്റി പോലീസ് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സിറ്റി പോലീസ് ഇപ്പോൾ ബംഗളൂരുവിലേക്ക് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ നീങ്ങിയിരിക്കുകയാണ്. ഈ ഫ്ലൈറ്റിന് മറ്റേതെങ്കിലും സ്റ്റോപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതായത് മസ്കറ്റിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള വിമാനത്തിൽ ആ വിമാനയാത്രക്കിടയിൽ ഏതെങ്കിലും സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങി മറ്റൊരു വിമാന യാത്ര സാധ്യമാകുമോ എന്നുള്ളത് കൂടി പോലീസ് നിരീക്ഷിക്കുകയാണ്. കാരണം വളരെ കുൽസിത ബുദ്ധിയിലാണ് ഈ കൊലപാതകം നടന്നത്. ആസൂത്രിതമാണ്. അതിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ 3 പേർ ഇതിനകം തന്നെ അറസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഏറെ കരുതലോടുകൂടിയാണ് പോലീസിന്റെ അന്വേഷണം ശാസ്ത്രീയമായി മുന്നോട്ട് പോകുന്നത്. സ്മിത. അതെ, ദീപക് പറഞ്ഞതുപോലെ തന്നെയാണ്. വളരെ കരുതലോടെ നോക്കി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇതൊരു യാദൃശ്ചികമായ കാര്യമാണെന്ന് നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയില്ലെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു കേസിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ വളരെ നാടകീയമായ ചില രംഗങ്ങൾ ഉണ്ടാകുന്നു. നൌഷാദ് വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നു അത് കൊലപാതകമല്ല, ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പോഴുണ്ടായ ഞെട്ടലിലാണ് പിന്നീടുണ്ടായ കാര്യങ്ങളെല്ലാം, മൃതദേഹം ഒളിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോഴും അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് അങ്ങനെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മുഖ്യപ്രതി നൌഷാദ് തന്നെയാണ്. ആ രീതിയിലാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൌഷാദ് എത്തിക്കഴിഞ്ഞാൽ ഇനി കൂടുതൽ വിവരങ്ങൾ, അയാളുടെ മൊഴിയിൽ നിന്ന് ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കും എന്നുള്ളതൊക്കെ തന്നെ ഉണ്ട്. നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഈ വിമാനം മാറിക്കയറുന്നത്. ഇപ്പം ദീപക് പറഞ്ഞതുപോലെ മസ്കറ്റിൽ നിന്ന് ഇനി എവിടേക്കാണ് യഥാർത്ഥത്തിൽ പോയിട്ടുള്ളത്? ബംഗളൂരുവിലേക്ക് തന്നെയാണോ എത്തുക? അപ്പോൾ എത്തിയാലുടൻ നൌഷാദിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളത് കുറച്ച് വെല്ലുവിളിയായി മാറുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എമിഗ്രേഷനിൽ വളരെ കൃത്യമായി, പ്രത്യേകിച്ചും വിദേശത്ത് നിന്ന് വരുമ്പോൾ എമിഗ്രേഷനിൽ വന്ന് എൻട്രി ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ ഇയാളുടെ ഡിറ്റെയിൻ ചെയ്യുന്ന, അയാളെ മാറ്റി നിർത്തുന്ന, അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടക്കും. അത് ഓൾറെഡി IB-യിൽ ഈ വിവരങ്ങൾ ലഭിച്ചതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നൌഷാദ് പറയുന്ന എല്ലാ വാദഗതികളും വളരെ കൃത്യമായി തന്നെ പോലീസിന് നേരത്തെ വിവരമുള്ളതാണ്. കാരണം 2024 മാർച്ച് മാസം 20-നാണ് ഒരു പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് വീട്ടിൽ നിന്നും, അതായത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. നൌഷാദിൻ്റെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം കൊലപാതകം നടക്കുന്നു. പക്ഷേ ഈ കൊലപാതകം ആത്മഹത്യയാണ് എന്നുള്ള വാദം പോലും വളരെ കൃത്യമായുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം അയക്കുന്നതിന് പുറകിലൊക്കെ കൃത്യമായ അജണ്ടയുമുണ്ട് എന്നുള്ളത് പോലീസിന് തിരിച്ചറിഞ്ഞതാണ്. കാരണം ഈ നൌഷാദ് ഏതെങ്കിലും രീതിയിലുള്ള ചിത്രത്തിലില്ലാത്ത ഒരു വേളയിലാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ ഏതെങ്കിലും തൊട്ടടുത്ത ആശുപത്രി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.